താലികെട്ടൊക്കെ കഴിഞ്ഞ് കതിർമണ്ഡപത്തിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ നല്ല ജീവൻ തിരിച്ചു കിട്ടിയത്. BP കൂടി ചത്തുപോകാത്തത് എൻ്റെ ഭാഗ്യം. ഓരോരുത്തന്മാർ ഇവിടെ കിടന്ന് കല്യാണം കഴിക്കണം എന്നും പറഞ്ഞ് ചാടുകയാണ്. പക്ഷേ കതിർമണ്ഡപത്തിൽ താലി കെട്ടാൻ കയറിയിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഹൃദയം മിനിറ്റിൽ 500 തവണ വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പാവം ഹൃദയം അത് ഇടിച്ചിടിച്ച് തളർന്നു പോയിരിക്കുന്നു. തലച്ചോറിലെ മരവിപ്പ് ഇതുവരെ മാറിയിട്ടില്ല. നവവധു മുണ്ട് ചവിട്ടി അടിച്ചത് മൂലമുണ്ടായ മാനക്കേട് വേറെയും. ഇതൊക്കെ നേരിടാനുള്ള മനക്കെട്ടി ഉണ്ടായാലേ ചെറുപ്പക്കാർ വിവാഹത്തിന് ഒരുമ്പെട്ട് ഇറങ്ങാവൂ. കല്യാണം കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിന്റെ ബഹളമായിരുന്നു. തോട്ടിൻകരക്കാരുടെ സംഭാവനയായിരുന്നു ഫോട്ടോഗ്രാഫർ. അവർക്ക് വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ഉണ്ട്. അവര് പണക്കാരല്ലേ? അവര് തുള്ളും പോലെ വെറുമൊരു ഹോട്ടൽ മാനേജറായ എനിക്ക് തുള്ളാൻ പറ്റുമോ? ഞാൻ വീഡിയോക്കാരനെ മാത്രമേ വിളിച്ചുള്ളൂ. അത്രയേ പറ്റൂ. ഋതുവിന്റെ ബന്ധുക്കളും എൻ്റെ ബന്ധുക്കളും എന്നോടും ഋതുവിനോടുമൊപ്പം മത്സരിച്ച് ഫോട്ടോ എടുക്കുകയാണ്. ആൽബത്തിൽ ഫോട്ടോ വരണമെന്നത് എല്ലാ സാധാരണക്കാരുടെയും ആഗ്രഹമല്ലേ? പ്രകാശൻ കൊച്ചച്ചൻ ഓരോ തവണ ഫോട്ടോ എടുക്കുമ്പോഴും ഓടിക്കയറി ഞങ്ങളോടൊപ്പം നിന്നു. എൻ്റെ വിവാഹ ആൽബത്തിൽ മുഴുവൻ പ്രകാശൻ കൊച്ചച്ചൻ്റെ ഫോട്ടോയായിരിക്കും. അതുകൊണ്ട് കൊച്ചുകുട്ടികളെ ഈ ആൽബം കാണിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. കാരണം അവർ കൊച്ചച്ചൻ്റെ കപ്പടാമീശ കണ്ട് പേടിച്ച് കരയും. അതിന്റെ പേരിൽ ആരെങ്കിലും പരാതിപ്പെട്ടാൽ ബാലാവകാശ കമ്മീഷൻ ഈ വിവാഹ ആൽബം നിരോധിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ വീഡിയോഗ്രാഫർ ഭുവനന് തോട്ടിൻകരക്കാരുടെ ഫോട്ടോഗ്രാഫറെയും വീഡിയോഗ്രാഫറെയും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അവർ അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭുവനൻ തൻ്റെ ക്യാമറയും കൊണ്ട് അവരുടെ മുന്നിൽ കയറി നിൽക്കുകയാണ്. മിക്കവാറും തോട്ടിൻകരക്കാരുടെ ഫോട്ടോഗ്രാഫർ എടുക്കുന്ന ഫോട്ടോകളിലെല്ലാം പെണ്ണിനും ചെറുക്കനും പകരം ഭുവനന്റെ പിൻഭാഗമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തങ്ങളുടെ പണി തടസ്സപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച് തോട്ടിൻകരയിലെ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ഭുവനനുമായി ഉടക്കുണ്ടായി. ഇങ്ങനെ വഴക്ക് കൂടുന്നത് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ചെറിയൊരു വഴക്ക് മതി വലിയൊരു അടിയായി മാറാൻ. അതനുവദിക്കാൻ കഴിയില്ല. മണ്ഡപത്തിലിരുന്നപ്പോൾ BP കൂടി പേടിച്ച് പൂക്കുല പോലെ വിറച്ച് പണ്ടാറമടങ്ങിയിരുന്ന ഞാൻ മണ്ഡപത്തിൽ നിന്നും താഴെ ഇറങ്ങിയ ഈ വേളയിൽ പഴയ പോലെ അഹങ്കാരിയും മുൻകോപിയുമായി രൂപാന്തരം പ്രാപിച്ചു. ഞാൻ ഭുവനനോട് ആജ്ഞാപിച്ചു, ഡേ ഭുവൻ, അവരെ ശല്യപ്പെടുത്താതെ മാറി നിൽക്ക്. നിനക്കുള്ളത് ഇത് കഴിഞ്ഞിട്ട് പിടിക്കാം. ഭുവനൻ മുഖം വീർപ്പിച്ച്, നോക്കിക്കോ, ഇനി നിന്നോട് മിണ്ടൂല എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഒരു കസേരയിൽ പോയി പിണങ്ങിയിരുന്നു. പാവം പിഞ്ചുകുട്ടികളുടെ മനസ്സാണ്. പക്ഷേ കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിഠായി ഠായി ഠായി എന്നാണല്ലോ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. വേറെ നിവൃത്തിയില്ല. അപ്പോഴാണ് ജയന്റെ കയ്യും പിടിച്ച് സുമാരൻ വല്യച്ഛൻ കയറി വരുന്നത് കണ്ടത്. വല്യച്ഛന്റെ തലമുടിയൊക്കെ ചീകാതെ പാറിപ്പറന്ന് കിടക്കുന്നു. അടിച്ചു ഫിറ്റായി കിടന്ന വലിയച്ഛനെ കുളത്തിൽ മുക്കി തല തോർത്തി അതേപടി കൊണ്ടുവന്നിരിക്കുകയാണ് ജയൻ. പക്ഷേ ഇത്രയും ചെയ്ത ജയന് ആ തലമുടി കൂടി ഒന്ന് ചീകി വയ്ക്കാമായിരുന്നു. ഇപ്പോൾ വല്യച്ഛനെ കണ്ടാൽ വലിയൊരു വട്ടനായി ആർക്കും തോന്നും. വാ വലിയച്ഛ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഞാൻ വലിയച്ഛനെ സ്നേഹപുരസരം സ്വാഗതം ചെയ്തു. എന്നിട്ട് ഞാൻ ഋതുവിനോട് പറഞ്ഞു, ഇതാണ് എൻ്റെ സുമാരൻ വല്യച്ഛൻ. ഉഗ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ഇദ്ദേഹം. വാറ്റുചാരായത്തിൽ ചോനൻ ഉറുമ്പിനെ പിടിച്ചിട്ടാൽ വീര്യം കൂടുമെന്ന് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. വല്യച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 ദിവസം ഫുൾ ഡേ പറയാനുള്ള കാര്യങ്ങളുണ്ട്. അത് വേറൊരിക്കൽ പറയാം. ഋതു അദ്ദേഹത്തെ നോക്കി തൊഴുതു. വല്യച്ഛൻ എന്നെയും ഋതുവിനെയും അവിടെ നിൽക്കുന്ന ആൾക്കാരെയും ഒക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളൊക്കെ ആരാ? ഭഗവാനെ, വെള്ളമടിച്ച് വലിയച്ഛന്റെ കിളി പറന്നു പോയിരിക്കുകയാണ്. അതെങ്ങനാ? ഒരു ഫുള്ള് ഒറ്റയ്ക്ക് അടിച്ചു തീർത്തതല്ലേ? ഇങ്ങേർക്ക് ഈ വയസ്സാം കാലത്ത് ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടോ മനുഷ്യനെ നാണം കെടുത്താനായിട്ട്? ഞാൻ ജയനോട് പറഞ്ഞു, വലിയച്ഛൻ എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റൂ. അദ്ദേഹം എവിടെയെങ്കിലും പോയിരുന്ന് അല്പം കാറ്റ് കൊള്ളട്ടെ. ഞാൻ ഋതുവിനോട് പറഞ്ഞു, വലിയച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അൽഷിമേഴ്സ് വരും. അപ്പോ പഴയതൊന്നും ഓർമ്മ കാണില്ല. ജയൻ സുമാരൻ വല്യച്ഛനെയും വലിച്ചുകൊണ്ട് എങ്ങോട്ടേക്കോ പോയി. പാവം ജയൻ. ഇവൻ തനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു. വൈകിട്ട് കുപ്പി പൊട്ടിക്കുമ്പോൾ ഇവൻ അല്പം കൂടുതൽ കൊടുക്കണം. ഫോട്ടോഗ്രാഫർ പാവമായിരുന്നു. നമ്മൾ ഒരിടത്ത് ചിരിച്ചുകൊണ്ട് നിന്നാൽ മതി, അയാൾ ഫോട്ടോ എടുത്തോളും. പക്ഷേ ഈ വീഡിയോക്കാരന്മാർ മനുഷ്യന്റെ ജീവൻ എടുക്കുകയാണ്. അങ്ങോട്ട് നടക്ക്, ഇങ്ങോട്ട് നടക്ക്, ചിരിക്ക്, കെട്ടിപ്പിടിക്ക്, മരത്തിൽ കയറ്, കുഴിയിൽ കിടന്ന് മുകളിലേക്ക് നോക്ക് എന്നൊക്കെ പറഞ്ഞ് പണിയെടുപ്പിച്ച് കൊല്ലുകയാണ്. ഇതൊക്കെ ഇവന്മാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീലായിടാനാണ്. എന്റെ വീഡിയോ എങ്ങാനും ഇട്ടാൽ ഞാൻ കേസ് കൊടുക്കും. ഭുവനൻ ആവശ്യപ്പെട്ടത് ഞാൻ ഋതുവിനെ എടുത്തുയർത്തി വട്ടം കറക്കാനാണ്. ഞാനങ്ങനെ ഒരു പെണ്ണിനെയും ഇതുവരെ. എനിക്ക് നാണം വന്നു. അപ്പോൾ ഈ ഭുവനൻ എന്ന വേട്ടാവളിയൻ ചോദിക്കുകയാണ്, ഇത്ര നാണമാണെങ്കിൽ ആദ്യ രാത്രിയിൽ കാര്യങ്ങളൊക്കെ എങ്ങനായെന്ന്. അതും പറഞ്ഞ് ഭുവനൻ തോട്ടിൻകരയിലെ വീഡിയോഗ്രാഫറെയും കൂട്ടി കക്കക്കക്കാന്ന് അലറിച്ചിരിച്ചു. ഭുവനൻ പറഞ്ഞ കാര്യം കേട്ട് എൻ്റെ മനസ്സിലെ യാഥാസ്ഥികൻ ഉണർന്നു. ഒരു പെണ്ണിന്റെ മുന്നിൽ വച്ച് പറയാവുന്ന കാര്യമാണോ ഇവൻ പറഞ്ഞത്? ഇവനും ഇല്ലേ അമ്മയും പെങ്ങളും? പെണ്ണുങ്ങൾ ഉള്ള വീട്ടിൽ ഇവനെ എങ്ങനെ കയറ്റും? ദേഷ്യം കൊണ്ട് എൻ്റെ കണ്ണു ചുവന്നു.
മതി നിന്റെയൊക്കെ വീഡിയോ പിടുത്തം, ഇപ്പം ഇറങ്ങിക്കോണം ഇവിടുന്ന്. അതും പറഞ്ഞ് ഞാൻ ദേഷ്യത്തോടെ തിരിച്ചു നടന്നു.